പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും വാട്സപ്പ്, ക്യാൻഡി ക്രഷ് പോലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കോമണായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്തരം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലും. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായി നമുക്ക് ഒരു ബ്ലൂസ്റ്റാക്സ് പ്ലേബിക്കർ എന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മളിതിന് കോമണായി ഉപയോഗിക്കുന്നത്. അതിനകത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ www.bluestacks.com എന്ന വെബ് പേജിൽ പോയി ഡൗൺലോഡ് PC എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് നമ്മുടെ PC-യിൽ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ടത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ വെരി സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാൾ ആഫ്റ്റർ 5 minutes ദ സോഫ്റ്റ്വെയർ വിൽ ബി ഇൻസ്റ്റാൾ. ഓക്കെ, പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, ഡെസ്ക്ടോപ്പിൽ ആപ്സ്, ബ്ലൂസ്റ്റാക്സ് എന്ന 2 ഐക്കണുകൾ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ പോയി സ്റ്റാർട്ട് ബ്ലൂസ്റ്റാക്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ബ്ലൂസ്റ്റാക്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയും അതിൽ കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സെർച്ചിൽ പോയി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാട്സ്ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഐക്കൺ ഇവിടെ ഡിസ്പ്ലേ ആവുകയും അത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നോർമലി നമ്മൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഈ ബ്ലൂസ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഓൾറെഡി ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് പ്ലേ സ്റ്റോർ ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഉള്ള ആളുകളാണെങ്കിൽ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ് എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റെ ഇമെയിൽ ID ഞാൻ എൻ്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തു. ബൈ സൈനിങ് ഇൻ ക്ലിക്ക് OK. ഇപ്പോൾ നമ്മുടെ ബ്ലൂസ്റ്റാക്കിലേക്ക് നമ്മൾ ഗൂഗിൾ പ്ലേ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ആക്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. It will take few minutes already. Just wait for getting connected to our Google account. now നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. Enable apps to set BlueStack accounts. Enable. Okay, you put here continue. Okay, you select vveroffic@gmail.com, your email ID. Then set a BlueStacks account added successfully. You click continue. Show some. Okay, you click here.
Okay, now our account, our BlueStack software connected to Google Play service through our account, our Gmail account. Now we already searched WhatsApp Messenger. Now click on install. Then normally what our in our phone shows same a message display here. You click on accept here. Then it will display, you see here at the corner of this software, just downloading. Download finished and installation started. You click after WhatsApp install, you click on open, then agree and continue. Put your country or not country needed. Selecting country, it will automatically display the country code here. Put your phone number here. നിങ്ങൾ ഏത് ഫോണിലാണോ ഇത് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫോണിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ചെയ്യുക. ആഫ്റ്റർ it will be registered with WhatsApp. ആക്ച്വലി ബ്ലൂസ്റ്റാക്ക് പോലുള്ള സോഫ്റ്റ്വെയറുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് അല്ലാത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ആൻഡ്രോയിഡ് ഒരു OSൻ്റെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് സോഫ്റ്റ്വെയർ ഈസ് named as an emulator, Android emulator. Almost all Android applications we can play or run by using this BlueStack software. Okay, our registration is started. WhatsApp registration, it will take a few seconds, few minutes. നമ്മൾ എന്താണോ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ചെയ്യുന്നത് ആ സെയിം ഫങ്ഷനാലിറ്റി നമുക്ക് ഈ ബ്ലൂസ്റ്റാക്സ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ PC യിൽ ചെയ്യാൻ കഴിയും. Okay, WhatsApp send a message to my mobile phone. Secret code is 2787652. Okay, after entering that secret code, now you see this is my WhatsApp account. Now you have installed WhatsApp. നിങ്ങളുടെ വാട്സാപ്പ് ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ഫോണിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ PC യിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങൾക്ക് നോർമൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ എന്തു തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് നിങ്ങളുടെ PC യിൽ ഫോണിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫോണിൻ്റെ സപ്പോർട്ട് കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക,
നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു.